നമസ്കാരം. ഇലക്ട്രണിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റ് കീഴിൽ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ. അതിലൊരു ഗവേഷണ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്. കോട്ടയത്തിനടുത്തുള്ള മുട്ടമ്പലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ജൂനിയർ റിസർച്ച് ഫെലോമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 5 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ KSCSTയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്നുള്ളത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അത് കോട്ടയത്തിനടുത്തുള്ള മുട്ടമ്പലത്താണ് സ്ഥിതി ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. അവരുടെ നിലവിലുള്ള ഗവേഷണ പ്രോജക്റ്റുകളിലേക്കാണ് ഇപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോമാരെ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. എന്നാൽ പെർഫോമൻസും സാറ്റിസ്ഫാക്ടറി ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിമാസം 40,000 രൂപ കൺസോൾട്ടേറ്റ് പേ ആയിട്ട് ലഭിക്കും, ശമ്പളമായിട്ട് ലഭിക്കും. 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. 5 വേക്കൻസികളാണുള്ള ജൂനിയർ റിസർച്ച് ഫെലോമാരുടെ. ക്വാളിഫിക്കേഷൻസ് നോക്കിയാൽ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം എംടെക് കൂടെ വേണം. എംടെക് വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ ഹൈഡ്രോളജി, റിമോട്ട് സെൻസിങ്, ജിയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടർ, ഇതിലേതെങ്കിലും ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ അറ്റ്മോസ്ഫറിക്സ് അല്ലെങ്കിൽ ഓഷ്യൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എൻവയോൺമെന്റ് സയൻസ് ഈ ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് കാര്യം കൂടി മനസ്സിലാക്കുക. അത് ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണ്. ഹൈഡ്രോളജിക്കൽ മോഡലിംഗിലോ ഹൈഡ്രോളജിക്കൽ എക്സ്ട്രീം ഫിസിക്കൽ ഓഷ്യനോഗ്രഫി, അറ്റ്മോസ്ഫറിക് സയൻസ്, ക്ലൈമറ്റ് സ്റ്റഡീസ്, ക്രോപ്പ് മോഡലിംഗ്, അഗ്രികൾച്ചർ മെറ്റീരിയോളജി, ഇതിൽ ഏതെങ്കിലുമൊക്കെ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഗേറ്റ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും അതൊരു ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് ആയ www.iccs.res.in സൈറ്റ് ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റിൽ കൂടെ നമ്മൾ ഓൺലൈനായിട്ട് 2025 മാർച്ച് 21 മുതൽ ഏപ്രിൽ 5 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് അവസാന തീയതി 2025 ഏപ്രിൽ 5 ആണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ SC/ST അവർക്ക് ഉയർന്ന പ്രായപരിധി 5 വർഷവും, OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നതിനെ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു സ്ക്രീനിങ് കമ്മിറ്റി കൂടി അതിൽ സ്ക്രീൻ ചെയ്തതിനു ശേഷമുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇന്റർവ്യൂ വേണ്ടി നേരിട്ട് വിളിക്കുകയും ഫൈനൽ സെലക്ഷൻ നടത്തുക എന്ന് മനസ്സിലാക്കുക. ഒരാൾ ഒരു ആപ്ലിക്കേഷൻ മാത്രം അയച്ചാൽ മതിയാവും. അത് ഓൺലൈനായിട്ടുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു മോഡുകളുടെ അപേക്ഷകളൊന്നും സ്വീകരിക്കത്തില്ല. അതോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പോസ്റ്റിൽ നിങ്ങൾ അപേക്ഷ അയക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കോപ്പി കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അത് സ്കാൻ ചെയ്തിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഐഡന്റി കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ വേണ്ടി ആധാർ കാർഡ്, ഇലക്ട്രൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അതോടൊപ്പം മറ്റ് ഒരു ID കാർഡിന്റെ കോപ്പി നിങ്ങൾ അയച്ചിരിക്കണം. അതുപോലെ റിസർവേഷൻ മെമ്പറാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിന്റെ കോപ്പി, അതുപോലെ ഡിഗ്രിയുടെയും മറ്റു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി, പബ്ലിക്കേഷൻസ് ഒക്കെ അതിന്റെ കോപ്പി, അതേപോലെ കോൺഫറൻസിലൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി, നെറ്റ് ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും സർട്ടിഫിക്കറ്റ് കോപ്പി സ്കാൻ ചെയ്ത് ഇതെല്ലാം കൂടെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം കൂടി ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം ഈ ഗൂഗിൾ ഫോമിനൊപ്പം അതും കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക. താല്പര്യമുള്ള ഈ അവസരം പരമാവധി ബലപ്പെടുത്തുക. 40,000 രൂപ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക. 5 വേക്കൻസികളാണുള്ളത്. കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള മുട്ടമ്പലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ അവസരം താല്പര്യമുള്ള പരമാവധി ബലപ്പെടുത്തുക. കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കുക. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.